പ്രതികരിച്ചതിന് ശേഷം മാത്രമാണോ ഇങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: കോർട്ടിക്കൽ ഗൈഡൻസ് ഇൻ കോർട്ടിക്കൽ ബിൽഡ്സ് ക്ലാരിറ്റി ത്രൂ കോൺഷ്യസ് റെഗുലേഷൻ. പ്രായോഗിക അവബോധനം എന്നുള്ള അധ്യായത്തിന് കോർട്ടിക്കൽ മാർഗനിർദ്ദേശം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. കോർട്ടെക്സിന്റെ പ്രാധാന്യം എന്താണ്? അവബോധം എങ്ങനെ കോർട്ടെക്സിന്റെ മാർഗനിർദ്ദേശത്തെ ശക്തിപ്പെടുത്തുന്നു? ശക്തമായ കോർട്ടിക്കൽ നിയന്ത്രണം എന്താണ് സൃഷ്ടിക്കുന്നത്? ഇതിന്റെ ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സാധാരണ രീതിയിൽ ഈ പ്രതികരിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന അതിന്റെ ഒരു റീസൺ നമുക്ക് പിടികിട്ടും. ഓക്കെ, ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. അപ്പോ ഇതാണ് ഇന്നത്തെ വിഷയം, കോർട്ടിക്കൽ മാർഗനിർദ്ദേശം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം, പലപ്പോഴും പ്രതികരിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ പറഞ്ഞുപോയി, ഞാൻ വിചാരിച്ചില്ല പക്ഷെ പറഞ്ഞുപോയി എന്ന് പറയും. ഇത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അതിനോട് പ്രതിനില കൊള്ളുവാൻ പാകം വരേണ്ടത് ആവശ്യമാണ്. അപ്പൊ കോർട്ടെക്സ് അതിന്റെ കൈകാര്യം നിർവഹിക്കേണ്ടത് ആവശ്യമാണ്. ആ നിർവഹിക്കാതെ വരുന്നതിന്റെ കാരണം എന്താണ്? പലപ്പോഴും ശീലപരമായ അബോധ പ്രതികരണങ്ങൾ നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മൾ കാലങ്ങളായിട്ട് ഇപ്പോ വീട്ടിലുള്ളവരോട് നമ്മൾ ഒരിക്കലും മയത്തി സംസാരിക്കില്ല. ചെറിയ കാലം മുതൽ നമ്മൾ വീട്ടുകാരോട് ഇടപെട്ട് ഈ വീട്ടുകാരോട് സംസാരിക്കുന്നത് എന്താണ് തോന്നുന്നത് അതേപോലെ അടിച്ചു പറയലായിരിക്കും. ഒരു നാടിന്റെ സംസ്കാരവും വീടിന്റെ സംസ്കാരവും ഒക്കെ കൂടി ചേരുന്ന സമയത്ത് പലപ്പോഴും കൗണ്ടർ ചെയ്ത് പറയുന്ന രീതിയായിരിക്കും മലയാളിക്ക് ഉണ്ടാവുക. ഈ രീതി പെട്ടെന്ന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ വന്നിരിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ നമ്മൾ വളരെ മയപ്പെട്ടാണ് പെരുമാറുന്നത്. പക്ഷെ അവരുടെ മുമ്പിൽ വെച്ച് വീട്ടുകാരോട് പെരുമാറുമ്പോൾ വീണ്ടും നമ്മൾ പഴയപടിയാവാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ശീലപരമായ അബോധമായിട്ടുള്ള പ്രതികരണമാണ്. നമ്മൾ കോൺഷ്യസ് അല്ലാതെ, ജാഗ്രതയിലല്ലാതെ നമ്മൾ പെരുമാറുന്ന രീതിയാണ്. അവിടെ നമുക്ക് അങ്ങനെ പെരുമാറേണ്ടി വരുന്നത് വെച്ചാൽ നമുക്ക് യുക്തിചിന്തയ്ക്ക് സമയം ലഭിക്കാതിരിക്കുക എന്നതാണ്. ലഭിക്കാതിരിക്കുകയാണോ അതോ നമ്മൾ നൽകാതിരിക്കുകയാണോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യുക്തി വിചാരം ചെയ്യുകയാണെങ്കിൽ ഈ സാഹചര്യം അതാണ്, ഇതിങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പാകപ്പെടുത്താൻ കഴിയും. അതും മാത്രമല്ല, ആ ഏതൊരു പെരുമാറ്റവും നമ്മളൊരു കാര്യത്തെ വിവേകപൂർവം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒന്ന് വീണ്ടും വിചാരം ചെയ്യേണ്ടത്. അത് കൃത്രിമമല്ല. ഒരു മൂർഖൻ പാമ്പിനെ കണ്ടു, ആ പാമ്പിനെ നമ്മൾ ഇവിടുന്ന് പിടിച്ചു മാറ്റണം എന്ന് പറയുമ്പോൾ കൈകൊണ്ട് പിടിച്ചു മാറ്റാൻ ആരും നിൽക്കാറില്ല. അത് യുക്തിചിന്തയുടെ അടിസ്ഥാനത്തൊന്നുമല്ല, അത് അപകടമാണ്. അതുകൊണ്ടാണ്. അപ്പോ നമ്മൾ ആ സമയത്ത് അതിനെ ഉപയോഗിക്കേണ്ട ഒരു ടൂളിനെ കുറിച്ച്, ഒരു വടി അല്ലെങ്കിൽ ഒരു ഹുക്ക്, അതല്ലെങ്കിൽ അത് മറ്റൊരാളെ, ഇത് എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഒരാളെ കൊണ്ട് അതിന് കൈകാര്യം ചെയ്യിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലും, അല്ലെ? അപ്പോ അത് കേവലം യുക്തിചിന്തയുടെ മാത്രം വശമല്ല. അത് നമ്മുടെ സാഹചര്യത്തെ കൃത്യമായി നയതന്ത്രപൂർവമായി പെരുമാറുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതേപോലെ തന്നെ പലപ്പോഴും നമ്മളുടെ ചുറ്റുപാടിൽ നിന്നും നമ്മിലേക്ക് വരുന്ന സന്ദർഭങ്ങളോട് വികാരാധീനരായിട്ടാണ് പെരുമാറുക, അല്ലെ? വികാരം തള്ളിച്ചുകൊണ്ട് പെരുമാറും. ആ സമയത്ത് യുക്തിക്ക് യാതൊരു റോളും ഉണ്ടാവില്ല. സെൻസ് എന്നുള്ള സാധനം വർക്ക് ചെയ്യില്ല. ഇമോഷൻ എടുത്ത് ട്രിഗർ ചെയ്യും, അത് നമ്മളെ കൊണ്ട് അങ്ങ് പോകും. അവിടെയെല്ലാം തന്നെ കോർട്ടെക്സ് നമ്മളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. കോർട്ടെക്സ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ആ കോർട്ടിക്കൽ നിയന്ത്രണത്തിന്റെ ദൗർബല്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു ചാലഞ്ച് ഉണ്ടാവും. അതായത് ഇങ്ങനെ അല്ല പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല ചെയ്യേണ്ടിയിരുന്നത് എന്ന് നമുക്ക് തോന്നും. പിന്നെ ഇതൊക്കെയാണ് എങ്കിൽ പോലും ബോധപൂർണം ആയിട്ട് നമ്മൾ നിരീക്ഷിക്കുകയാണ്. ഇതെന്താ സംഭവിക്കുന്നത്, എന്താ വരുന്നത്, എൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ വരുന്നു, അയാളോട് എങ്ങനെ പറയേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരുന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അത് ഉറപ്പാണ്. അപ്പോ ഇങ്ങനെയുള്ള റീസെർച്ച് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും
ചെയ്തു കഴിഞ്ഞിട്ട് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോ നമ്മൾ കോട്ടയക്കാർവ് കൊണ്ട് കോർട്ടെക്സിന്റെ ആ ഒരു ഇടപെടലില്ലായകയെ മാറ്റിയെടുക്കലാണ് ചെയ്യുന്നത്. കോർട്ടെക്സിനെ ശരിയാം വിധം ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ കോട്ടയക്കാർവിൽ ചെയ്യുന്നത്. അപ്പോ കോട്ടയക്കാർവിൽ കോർട്ടെക്സിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് കോട്ടയക്കാർവ് എന്ന് തന്നെ പേര് കൊടുത്തിട്ടുള്ളത്. ഈ കോട്ടയക്കാർവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കോർട്ടെക്സിനെ ഇടപെടിക്കാനുള്ള പല സങ്കേതങ്ങളിലൂടെയാണ് കടന്നു പോവുക. നമ്മളിപ്പോ ഒരു ബാറ്റൺ നമ്മുടെ കയ്യിലേക്ക് പറന്നു വരികയാണെങ്കിൽ അപ്പോൾ നമ്മളൊരു അനുഭവത്തിലേക്ക് എത്തും. ഈ അനുഭവം എന്നുള്ളത് നമുക്ക് അപകടം ഉണ്ടാക്കുന്ന അനുഭവമല്ല, നമ്മളെ വെറുപ്പിക്കുന്ന അനുഭവമല്ല. നമ്മൾ ഗെയിമിങ്ങിന്റെ ഒരു മൂഡിലാണ് നമ്മൾ അത് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കണ്ടക്ഷൻ എന്നുള്ളതിലൂടെ നമ്മളെ കടത്തി വിട്ടുകൊണ്ടാണ് നമുക്ക് അനുഭവം ഉണ്ടാക്കി തരുന്നത്. അവിടെ അതിന് മീനിങ് നൽകുന്നത് കോർട്ടെക്സ് ആണ്. നമ്മൾ ആ ബാറ്റൺ കയ്യിലേക്ക് വരുന്ന സമയത്ത് ആ ബാറ്റൺ നേരെ ആയിരിക്കണം, അതിന്റെ ഇന്ന കളറുള്ള ഭാഗം മുകളിലായിരിക്കണം, അത് ഇന്ന ഇന്റൻസിറ്റിയിലായിരിക്കണം എന്ന രീതിയിൽ നമ്മൾ അതിനെ നിഷ്കർഷിക്കുമ്പോൾ ആ നിഷ്കർഷ നമ്മിലേക്ക് കൃത്യമായിട്ടൊരു അനുഭവം നൽകും. അപ്പോ ഈ നിഷ്കർഷയും ഈ അനുഭവവും തമ്മിൽ കണക്ട് ചെയ്ത് നമ്മുടെ കോർട്ടെക്സ് അതിനെ ഷേപ്പ് ചെയ്യും. അവിടെ നമ്മൾ ഏത് വിധത്തിലാണ് ഈ ബാറ്റണെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം ബോധപൂർണമായ ഒരു തീരുമാനമാണ്. ഇതിങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ അതിനോട് ഈ രൂപത്തിലാണ്, ഞാൻ അതിനെ തിരിച്ച് എടുത്ത് കയ്യിൽ കിട്ടിയ ഉടനെ തിരിച്ച് പിടിച്ച് അപ്പുറത്തേക്ക് കൊടുക്കുക എന്നുള്ളതല്ല. ഞാൻ അതിനെ ബോധപൂർവം എന്റെ കൈക്ക് ഇത് തിരിക്കുന്ന സ്വഭാവമാണ്. ബാറ്റൺ കയ്യിലേക്ക് കിട്ടുമ്പോൾ അത് കിട്ടിയ ഉടനെ തിരിച്ച് അപ്പുറത്തേക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെയല്ല ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നേരെ പിടിച്ച് അതിന്റെ ആ ദിശ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത് ബോധപൂർണമായ തീരുമാനമാണ്. ഇത് ചെയ്യുന്നത് കോർട്ടെക്സ് ആണ്. നമ്മളിപ്പോ ഈ ബാറ്റൺ വരുന്നു, അത് നല്ല ശക്തി ആയിട്ടാണ്. ആ ശക്തിയായിട്ട് വരുന്ന സമയത്ത് ഞാൻ പേടിച്ചിട്ട് മാറിപ്പോവാണ്. അല്ലെ, കുട്ടികളോ ചില സ്ത്രീകളോ ഒക്കെ അങ്ങനെ പെട്ടെന്ന് മാറിപ്പോകും. ചില വളരെ ചുരുക്കം പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ബാറ്റണൊക്കെ ഇത്രയും നീളത്തിലുള്ള ഒരു മരത്തിന്റെ കഷ്ണം നമ്മുടെ നേരെ വരുന്ന സമയത്ത് നമ്മൾ അതിന് മാറിപ്പോകും. അതല്ല, ഞാൻ ഹാൻഡിൽ ചെയ്യുകയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, ബോധപൂർവം പ്രതികരിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് കോർട്ടെക്സിന്റെ ഇടപെടൽ കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോകും, ഇത് നേരെ വരുന്ന അയ്യോ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന അതിന്റെ നേരെ കൊണ്ടുപോകുന്നു. ചിലമ്പാട്ടത്തില് ആ ബാറ്റൺ നമ്മുടെ നേരെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കളരിയില് കളരിയിലും ഈ പാറ്റേൺ ഉണ്ട്. ഏതെങ്കിലും ആയുധം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അംഗം നമ്മുടെ നേരെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കുന്നതും ഈ കോർട്ടെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അത് വരുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, ശരീരത്തെ കൈകാര്യം ചെയ്യേണ്ടത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഇന്ന വിധത്തിലെ പെരുമാറാവൂ അല്ലെങ്കിൽ ആ വരുന്നത് ഇന്നതാണ് എന്നുള്ളത്. അത് ജീവിതത്തിലെ ഇപ്പൊ ബാറ്റൺ വരുന്ന സമയത്ത് മാത്രമല്ല, മറ്റേതെങ്കിലും സാഹചര്യത്തിലും ഒക്കെ ആ വരുന്ന കാര്യത്തെ ഇന്ന വിധത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന രീതിയിൽ യുക്തിചിന്തയുടെ സ്വാധീനത്തോടു കൂടി വിലയിരുത്തുന്നത് കോർട്ടെക്സ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഞാനിതിനോട് പ്രതികരിക്കുന്നത് ഈ വിധമാണ്. അപ്പൊ ആ ബാറ്റൺ വരുന്ന സമയത്ത് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്, ഞാൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്, അങ്ങനെയല്ല വേണ്ടത് എന്ന രീതിയിൽ അബോധപൂർണമായിട്ടുള്ള പ്രതികരണങ്ങൾ എന്താണെന്നുള്ളത് അതിനെ നിരീക്ഷിക്കുന്നത് കോർട്ടെക്സ് ആണ്. അതായത് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ വെളിയിൽ നിന്ന് വരുന്നതും അകത്തുനിന്ന് വരുന്നതുമായിട്ടുള്ള മൊത്തം കാര്യങ്ങളെ സിന്തസൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മളെ റെസ്പോണ്ട് ചെയ്യിക്കുന്നത്, അവിടുത്തെ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് കോർട്ടെക്കാർവാണ്. അപ്പോ ഈ കോർട്ടെക്കാർവ് ചെയ്യുന്ന സമയത്ത് കോർട്ടെക്സ് എന്ന് പറയുന്ന ആ ഇടത്തിലൂടെയാണ് നമ്മൾ ഈ വിനിമയം മുഴുവൻ നടക്കുന്നത്. അപ്പോ ഈ കോർട്ടെക്സ് ആണ് നമുക്ക് ഇനി എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഈ കോർട്ടെക്സ് പറയുമ്പോൾ അവബോധം എന്നുള്ളത് എങ്ങനെയാണ് ഈ മറ്റേ കോർട്ടിക്കൽ നിർദ്ദേശത്തെ, അതായത് കോർട്ടെക്സ് നൽകുന്ന നിർദ്ദേശത്തെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുക. അവിടെ ഈ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളുണ്ടല്ലോ, ആ അനുഭവങ്ങളെ ബോധപൂർവം നിരീക്ഷിക്കുന്ന സമയത്ത്
നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായി. ആ അനുഭവത്തെ നമ്മൾ ബോധപൂർവം നിരീക്ഷിക്കുന്ന സമയത്ത് എന്താണ് ആ അനുഭവം എന്നത് കൃത്യമായിട്ട് മനസ്സിലാകും. ആ നിരീക്ഷണം എന്നുള്ളത് ഈ അവബോധമാണ്, ജാഗ്രത്തിന്റെ അവസ്ഥയാണ്. ആ അവബോധം ഈ കോർട്ടിക്കൽ ഗൈഡൻസിനെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് ഇടയിൽ ഉള്ള, അതായത് നമുക്ക് പ്രതികരിക്കാൻ തോന്നി പ്രതികരിക്കുന്നു, ഈ പ്രതികരിക്കാൻ തോന്നുന്നതിനും പ്രതികരിക്കുന്നതിന്റെ ഇടയിലുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരു അവബോധമാണ്, അതൊരു കോൺഷ്യസ്നെസ് ആണ്. അവിടെയാണ് നമ്മൾ ആ വിലയിരുത്തൽ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുക. അത് ഈ കോർട്ടിക്കൽ ഗൈഡൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു. ഈ ചിന്തയും പ്രവർത്തനവും തമ്മിൽ അബോധപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയല്ല വേണ്ടത് എന്ന രീതിയിൽ ഇവയെ ചിന്തിക്കാതെ എന്നാൽ സമന്വയിപ്പിച്ചുകൊണ്ട് പെരുമാറുന്ന ഒരു രീതി. ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാതെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, അല്ലേ? അവിടെ മറ്റേ വിശകലനം ചെയ്യലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ സംഭവത്തെ പഠിക്കുന്ന കാലത്ത് നമ്മൾ വിശകലനം ചെയ്യുക ചെയ്യും. അല്ലാത്തപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ആ ഒരുമിച്ച് കൊണ്ടുപോകൽ എന്നുള്ള പ്രക്രിയ ഉണ്ടല്ലോ, ഇത് ഒരു സമന്വയത്തിന്റെ അവബോധമാണ്. ആ ചിന്തയും പ്രവർത്തനവും തമ്മിലുള്ള സമന്വയത്തിന്റെ ആ ഏകീകൃത സംവിധാനം എന്ന് പറയുന്നത് ഈ കോർട്ടിക്കൽ ഗൈഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ചിന്ത, പ്രവർത്തനം. ചിന്ത എന്ന് പറയുന്നത് ജാഗ്രത്തിന്റെ ഫാക്കൽറ്റിയാണ്. പ്രവർത്തനം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിന്റെ ഫാക്കൽറ്റിയാണ്. ഈ പ്രത്യക്ഷവും ജാഗ്രതയും തമ്മിലുള്ള ആ ഒരു ബന്ധിപ്പിക്കൽ എന്ന് പറയുന്നത് ഈ കോർട്ടക്സിന്റെ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ കോർട്ടക്സിലൂടെയാണ് നടക്കുന്നത്. അവിടെ ആ ചിന്താ പ്രവർത്തനം തമ്മിലുള്ള ആ സമന്വയത്തിന്റെ അവബോധം അവിടെയുണ്ട്, ഏകീകരണത്തിന്റെ അവബോധമുണ്ട്. അത് ഈ കോർട്ടിക്കൽ ഗൈഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ യുക്തിവിചാരം ചെയ്യുന്നു, നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് യുക്തിവിചാരം ചെയ്യുന്നു. ഈ യുക്തിവിചാരം ചെയ്യുന്ന സമയത്തും അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഇന്നത് കൊണ്ട് ഇത്, ഇപ്പൊ നമ്മൾ ചില തക്കാളിക്കഥകളൊക്കെ കേൾക്കുന്നുണ്ടാവും. തക്കാളിക്കഥകളിൽ വെച്ചാൽ ഈ ഒരു കാര്യം പറഞ്ഞു, രണ്ടാമതൊരു കാര്യം പറഞ്ഞു, മൂന്നാമതൊരു കാര്യം പറഞ്ഞു, പരസ്പര ബന്ധമേ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നതാണ് എന്നുള്ള ഒരു ഡെറിവേഷൻ അവിടെ വരുന്നത് പലപ്പോഴും കാണാറുണ്ട്. പലപ്പോഴും നാട്ടുപുറത്തെ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഒരു കണക്ഷൻ ഇല്ലാത്ത മൂന്നാല് കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ട് അവർ അതിനെ ബിംബവൽക്കരിക്കാറുണ്ട്. അവിടെ സത്യത്തിൽ യുക്തി മാത്രമേ ഉപയോഗിക്കുന്നു, യുക്തിക്കകത്ത് അവബോധം ഉപയോഗിക്കുന്നില്ല. യുക്തിവിചാരം ചെയ്യുന്ന സമയത്ത് ഈ ഒരു യുക്തിബിംബം, മറ്റൊരു യുക്തിബിംബം, മൂന്നാമതൊരു യുക്തിബിംബം, ഈ മൂന്ന് ബിംബങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഇടത്ത്, മൂന്ന് യുക്തികളും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന കാര്യകാരണങ്ങളുടെ ഒരു ഇടത്ത് നമ്മുടെ അവബോധം ചെന്ന് പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ യുക്തിചിന്ത യുക്തിസഹമാവുക. അല്ലാത്ത യുക്തിചിന്ത എന്നുള്ളത് വിഭ്രംശം മാത്രമല്ല, യുക്തിസഹമല്ല. ആ വിഭ്രംശം എന്നുള്ളൊരവസ്ഥ, ഇതൊരു കാര്യം പറഞ്ഞു, മറ്റൊരു കാര്യം പറഞ്ഞു, വേറൊരു കാര്യം പറഞ്ഞു, ഇത് മൂന്നും തമ്മിൽ യാതൊരു ബന്ധമില്ല, അതുകൊണ്ട് നാലാമത്തെ കാര്യം ശരിയാണെന്ന് പറയുന്ന ഒരവസ്ഥ. 8 കിലോമീറ്റർ സ്പീഡിൽ അങ്ങോട്ട് സൈക്കിൾ വെട്ടി 10 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങോട്ട് സൈക്കിൾ കിട്ടുമ്പോൾ 7 കിലോമീറ്റർ സ്പീഡിൽ മറ്റൊരിടത്തേക്ക് കാറ്റുണ്ടായിരുന്നു എങ്കിൽ എനിക്ക് വയസ്സ് എത്ര എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. ഈ ചോദ്യം പോലെ യുക്തിഭദ്രമല്ലാത്ത ഒരവസ്ഥയാണ് സാധാരണ ഉണ്ടാവുക, പലപ്പോഴും പലരിലും ഉണ്ടാവുക. അത് യുക്തിഭദ്രമാകണമെങ്കിൽ അവിടെ ഒരു അവബോധം ഉണ്ടാവണം, ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു അവബോധം ഉണ്ടാവണം. ഇത് ആണ് ശരിക്കും ഈ കോർട്ടിക്കൽ ഗൈഡൻസിനെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ജനിക്കുമ്പോ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക എന്നുള്ളത്. നമ്മൾ മുഖത്തേക്ക് ഒരു കാര്യം വരികയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകും. അപ്പോ അതാണ് പ്രതികരണത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ. ആ പ്രതികരണത്തിന്റെ സ്വാഭാവിക അവസ്ഥയ്ക്കും അപ്പുറത്ത് നമ്മൾ അവിടെ നമ്മുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നു. ആ നൈമിഷികമായിട്ട് തൽക്ഷണത്തിലുള്ള ഒരവസ്ഥയോട് നമ്മൾ കൺട്രോൾ ഏറ്റെടുക്കുന്നു. ആ കൺട്രോൾ ഏറ്റെടുക്കുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് നേരിട്ട് കയറി ചെല്ലാൻ കഴിയുന്നത്. അപ്പോ ഒരു വസ്തു നമ്മുടെ നേരെ വരുന്നു, അല്ലെങ്കിൽ ഒരു സാഹചര്യം നമ്മുടെ നേരെ വരുന്നു, അതിനോട് നമ്മൾ പ്രതികരിക്കുന്നു. ഈ സാഹചര്യം വരുന്നതിനും പ്രതികരിക്കുന്നതിനും ഇടയിലുള്ള ആ ഒരു സമയമില്ലേ, ആ സമയത്ത് ഒരു അവബോധമുണ്ട്. ഈ അവബോധത്തെ നമ്മൾ കൈകാര്യം ചെയ്ത് പഠിക്കുമ്പോൾ ഈ കോർട്ടിക്കൽ മാർഗനിർദ്ദേശം പ്രോപ്പറായിട്ട് വരും, വളരെ ക്ലാരിറ്റി വരും. അപ്പോ
ഈ പലതരം അവബോധങ്ങളുണ്ട്. അതായത് നമ്മൾ രണ്ട് തരം കാര്യങ്ങൾ, രണ്ട് അവബോധ തലങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ഒരു അവബോധ തലമുണ്ട്. ഈ അവബോധ തലത്തെ കണക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ യുക്തി കൊണ്ട് അതിനെ മാറ്റിവെക്കുകയാണ് ചെയ്യുക. ആ യുക്തി കൊണ്ട് അതിനെ മാറ്റിവെക്കുന്നതിന് പകരം അവിടെ നമ്മുടെ ബോധം ചെന്ന് നിന്നുകൊണ്ട് ഇവയെ കണക്ട് ചെയ്യാനുള്ള ഒരു അവബോധം നമുക്കുണ്ടെങ്കിൽ ആ അവബോധമാണ് കോർട്ടിക്കൽ ഗൈഡൻസ് എന്നുള്ള ആ ഒരു പ്രോസസ്സിന്, കോർട്ടക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കണക്ട് ചെയ്യുന്ന പ്രോസസ്സിന് സഹായിക്കുക. അപ്പോൾ ആ കോർട്ടിക്കൽ ഗൈഡൻസിനെ സഹായിക്കണമെങ്കിൽ അവബോധ തലങ്ങൾക്കിടയിലുള്ള ഒരു അവബോധം അവിടെ ഉണ്ടായിരിക്കണം. ആ അവബോധം യുക്തിയാകരുത്. യുക്തി വിചാരം കൊണ്ട് ഇത് വേറെ അത് വേറെ എന്നുള്ള രീതിയിൽ കാണുന്നതാകരുത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കോർട്ടിക്കൽ ഗൈഡൻസ് എന്നുള്ള സംഭവം പ്രോപ്പറായിട്ട് വരിക. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ കോർട്ടിക്കൽ ഗൈഡൻസ് കൃത്യമാക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് വ്യക്തവും സമതുലിതവുമായിട്ടുള്ള പ്രതികരണം നമുക്കുണ്ടാവും. നമ്മൾ പ്രോപ്പറായിട്ട് പ്രതികരിക്കുള്ളൂ. നമ്മളിപ്പോ ആലോചിക്കുകയോ ഒന്ന് പോസ് ചെയ്തിട്ട് പെരുമാറുകയോ ഒന്നും വേണ്ട. അതാണെങ്കിൽ വളരെ ശാന്തമായി സംസാരിക്കുന്ന ചില സന്യാസിമാരെയും ചില പക്വമാർന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. എത്ര പ്രക്ഷുബ്ധമായ കാര്യങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചാലും അവരത് സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യുന്നത് ആ പവർഫുൾ ആയിട്ടുള്ള കോർട്ടിക്കൽ ഗൈഡൻസ് അവരിൽ വന്നതുകൊണ്ടാണ്. അവരുടെ ഇമോഷൻ നമ്മൾ പെട്ടെന്ന് അവരെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ഇമോഷൻസ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരതിനകത്ത് വീഴുവൊന്നുമില്ല. അവള് വളരെ ഈസി ആയിട്ട് അവരെ ബൈപ്പാസ് ചെയ്തു. അവരെന്ത് ചെയ്യുകയാണെങ്കിലും വളരെ ബോധപൂർവം പ്രവർത്തിക്കും. എന്നുവെച്ചാൽ അതിനകത്ത് ഒരു കംപ്ലൈന്റ് വരാൻ സാധ്യതയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കും. അവരുടെ തീരുമാനങ്ങളെല്ലാം തന്നെ ആലോചിച്ചാലും ശരി ആലോചിച്ചില്ലെങ്കിലും ശരി അത് പക്വതയോടുകൂടിയായിരിക്കും. അവരുടെ ബിഹേവിയർ എല്ലാം തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കും, പീസ്ഫുൾ ആയിരിക്കും. ഇതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഈ ഒരു അവസ്ഥയിലേക്കാണ് എത്തേണ്ടത്. നമുക്ക് ആ കോർട്ടിക്കൽ ഗൈഡൻസ് എന്നുള്ള ഒരവസ്ഥ അവിടെ കൃത്യമായിട്ട് സംഭവിക്കണമെങ്കിൽ കോർട്ടക്സിന്റെ ഇടപെടൽ വേണം. ഇത് ഡെവലപ്പ് ചെയ്യാനാണ് കോർട്ടിക്കർവ് നമുക്ക് സഹായിക്കുന്നത്. കാരണം കോർട്ടിക്കർവ് എന്ന് വെച്ചാൽ റിയൽ എൻവയോൺമെന്റിലാണ് ഈ കോർട്ടിക്കൽ ഗൈഡൻസ് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത്. ബാറ്റൺ നമ്മുടെ മേലേക്ക് പതിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും. അതിനകത്തൂടെ കൃത്യമായി പൊസിഷൻ എടുത്ത് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കണമെങ്കിൽ കോർട്ടക്സ് ഉണർന്നിരിക്കണം. കോർട്ടക്സ് ഉണർന്നിരുന്നു കൊണ്ട് നമ്മളെ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് വരുന്ന സമയത്ത് കോർട്ടിക്കൽ ഗൈഡൻസ് എന്നുള്ളത് വളരെ പ്രോപ്പറായിട്ട് വരികയും വളരെ പവർഫുൾ ആയിട്ട് വരികയും ചെയ്യും. അപ്പോ ഈ പക്വമാർന്ന മോങ്കുകളെ പോലെ നമുക്കും വളരെ ശാന്തമായി വികാരങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട്, കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ വെറുതെ അടക്കി തീർക്കലല്ല, അടിച്ചമർത്തലല്ല, വികാരങ്ങളെ കൃത്യമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് ബോധപൂർവം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഉള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റും. വളരെ ശാന്തമായിരിക്കുന്ന സമയത്ത് നമുക്ക് സിറ്റുവേഷനോട് വളരെ അധികം ക്ലാരിറ്റി ഉണ്ടാവും, ബാലൻസ്ഡ് ആയിരിക്കും. ഇത് നമ്മളോട് ഇടപെടുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യും, നമ്മളോട് ഇടപെടുന്ന ജന്തുക്കളാണെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യും, നമ്മളോട് ഇടപെടുന്ന യന്ത്രങ്ങളാണെങ്കിൽ അവർക്ക് കേടുപാടുകൾ ഇല്ലാതെ നിലനിൽക്കും. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് ലോകത്ത് ഉണ്ടാവേണ്ടത്. ഉണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ അകം ലോകത്തോടും പുറം ലോകത്തോടുള്ള പെരുമാറ്റം ക്ലിയർ ആവണം. അതിന് കോർട്ടിക്കൽ ഗൈഡൻസ് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം അയാളാണ് വഴിതെറ്റിക്കുന്നത്. കോർട്ടക്സിന്റെ അവിടെ നിന്നാണ് ഇതിനെ വഴിതെറ്റിക്കുന്നത്. അതിനെ കൃത്യമായി കൊണ്ടുവന്ന് കോർട്ടിക്കൽ ഗൈഡൻസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അവിടെയാണ് നമുക്ക് ഈ കോർട്ടിക്കർവ് പ്രയോജനപ്പെടുന്നത്. അപ്പൊ ഇപ്പോ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്ന ഈ കോർട്ടിക്കൽ ഗൈഡൻസിന്റെ കുറവ് കൊണ്ടല്ലേ? ഇടയ്ക്ക് ആർക്കാണെങ്കിലും ഇടയ്ക്ക് ഈ ഒരു കൺട്രോൾ ചിലപ്പോൾ പോയി കിട്ടിയെന്ന് വരും. അപ്പോ ഇങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് പറയുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നും എന്റെ കൺട്രോൾ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറയാനെന്നല്ല വിചാരിച്ചത്, പക്ഷെ നമ്മൾ പറഞ്ഞു പോയി എന്ന് പറയുന്നത് ആ കോർട്ടിക്കൽ ഗൈഡൻസിന്റെ ആ ഒരു ഫാക്കൽറ്റി ആ സമയത്ത് മാറി നിന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഡെവലപ്പ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആ സമയത്ത് മാറി നിന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് മാറി നിൽക്കാതെ നിരന്തരമായിട്ട് കൊണ്ടുപോകുവാനുള്ള ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്യലാണ് നമ്മൾ കോർട്ടിക്കർവിലൂടെ ചെയ്യുന്നത്. അപ്പോ കോർട്ടിക്കർവിന്റെ മറ്റ് ആട്രിബ്യൂട്ട്സിനെ കുറിച്ച്, ആസ്പെക്ട്സിനെ കുറിച്ച് നമുക്ക് വരുന്ന ദിവസങ്ങൾ സംസാരിക്കും. അതുവരേക്കും നിങ്ങളുടെ കോർട്ടിക്കൽ ഗൈഡൻസ് എത്രത്തോളം ശക്തമാണ് എന്നുള്ള കാര്യം പരിശോധിക്കുക. ആ റൂമായിട്ട് നാളെ കാണാം വീണ്ടും. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.